روح من هنا، ما أبغي أسمع شيء. هذه الخدامة أساءت لسمعتي. روح روح. صديق لو في كلمة من هندي لازم أنا يعرف. أنا يجي من سفارة. لا تتكلم ولا كلمة، ما أبغي أسمع شيء من المليباري. أنت كمان خربان وكل الهنود خربانين، وإلا أبلغ الشرطة. Get lost. എന്തായി വല്ല തുമ്പും നടഞ്ഞോ? അറബിയിൽ മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയാതിരിക്കൂ. ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ട് എന്നാത്തിനാ? ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസായക്കാരുടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാൽ പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. انت مسلمة، الله ما يغفر لك اللي عملتيه. انت لو خربتي سمعة اهلي اقتلك. بابا اضربها، اكتبها. وينك يا حيوان؟ انا اترك عشان انت معنا من 10 سنين. ايوه ما ابغي اشوفك هنا ثاني. روح من هنا ولا اسلمك للشرطه. روح. اللي جوا ما تعطيني حتى مويه. ഫാത്തിമ, അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ, روحي هنا وإلا أنت في مشكلة. കണ്ട കുഴപ്പം ഒന്ന് പറഞ്ഞല്ലേ, ഞാൻ രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ആ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവൾ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്ത് ചാടാൻ ഒന്ന് സഹായിക്കണം. ചാടാനോ? അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ, ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ AC മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. هلو عثمان. كيف راحت؟ انت عارفة. قولي قولي. انت عارفة، قولي اتكلمي. ما ادري. ليش عثمان اتصل امس بالليل؟ ما تحتاجين الجوال. انزل، ليش ما خبرتيني؟ كنت بطرش الدراوين والله.
اوكي يلا لا تتاخري يلا باي നമ്മുടെ കൈതക്കലെ രാധാകൃഷ്ണനാണ്. പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളെ മുങ്ങി താഴേണ്ടപ്പോ രക്ഷിക്കാനെടുത്ത് ചാടിയതാ. രണ്ടാളെ രക്ഷിച്ച് കരക്കെത്തിക്കുന്നതിനിടയില് രാധാകൃഷ്ണൻ മുങ്ങിത്താണു. പിന്നെ പൊന്തിയിട്ടില്ല. നല്ല അടിയൊഴുക്കുള്ള സമയമാണേ. يلا قومي اكلي ها ان شاء الله عنك ما اكلتي ايش هذا؟ انت ما تعرفين تكوين؟ يلا اكوي قدامي. اوف الظاهر هذه ما تبغى تتعلم لكن انا اللي بعلمك. ഈ ഗദ്ദാമയുടെ ജോലി എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറബികളുടെ വീടുകളല്ലേ, എല്ലാ പണിക്കും മെഷീൻ ഉണ്ടാവും. പിന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരാളായിട്ട് നിന്ന് കൊടുക്കണമെന്ന് മാത്രം. അന്ന് രാധാകൃഷ്ണേട്ടനും വിസ ശരിയാക്കാന്ന് പറഞ്ഞ ഉസ്മാനായി കാര്യം പറഞ്ഞത്. അയാള് ഡ്രൈവറായിട്ട് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് അത്രേ. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 800 റിയാൽ ശമ്പളം കിട്ടും എന്നാ പറയണത്. 800 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 10,000 രൂപയോളം ഉണ്ടാവും. സമ്മതാച്ചാ എത്രയും പെട്ടെന്ന് വിസ അയച്ചു തരാന്ന്. വേണ്ട സുധീര്, അന്യരാജ്യത്തെ ഏതോ വീട്ടിലെ ഏച്ചിൽ വരാൻ ഞാൻ അവളെ അയക്കണില്ല. എന്റെ മോനത് പൊറുക്കില്ല. സാരില്ല അച്ഛാ, ഞാൻ പോവാ. അഭിമാനം നോക്കിയിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും തീരില്ലാലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞുപോയി ഓരോന്നോർത്ത് കരണയിലും ഭേദല്ലേ ഇത്. They were good. Good. Sleep. Sleep.